Hello everyone, welcome to our chapter Strategies for Enhancement in Food Production. Okay, in previous episode we discussed about animal breeding and here we are discussing about plant breeding. Okay, അവിടെ നമ്മൾ എന്ത് പറഞ്ഞു, ആനിമൽ ബ്രീഡിംഗിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇല്ലേ, മോയിട്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മളവിടെ ഫിഷ് ആണെങ്കിൽ അവിടെ എന്തായിരുന്നു, ബ്ലൂ റെവല്യൂഷൻ ആയിരുന്നു. എഗ്ഗിന്റെ പ്രൊഡക്ഷൻ ആണെങ്കിൽ സിൽവർ റെവല്യൂഷൻ, മിൽക്ക് ആണെങ്കിൽ അവിടെ വൈറ്റ് റെവല്യൂഷൻ, അങ്ങനെ പറഞ്ഞു ഇല്ലേ. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ബ്രീഡിങ്ങിലുള്ള, അതായത് ആ പ്ലാന്റ് ബ്രീഡിങ്ങിൽ കൊണ്ടുവന്ന വെറൈറ്റീസിന്റെ അല്ലെങ്കിൽ ആ പുതിയ പുതിയ ബ്രീഡ്സ് കൊണ്ടുവന്നിട്ട് ആ വാല്യൂബിൾ ആയിട്ടുള്ള പ്ലാന്റ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുക. ഓക്കെ, അങ്ങനെ ഒരു ഫീൽഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു റെവല്യൂഷനാണ് എന്തെന്ന് പറയുന്നത്, ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഗ്രീൻ റെവല്യൂഷന്റെ ഫാദർ എന്ന് പറയുന്നത്, ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ത്യൻ ആണെങ്കിൽ അത് പറയുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഓക്കെ, വേൾഡിൽ പറയുകയാണെങ്കിൽ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞെങ്കിൽ നോർമൻ ബോർലോ. ക്ലിയർ ആണോ? ഇപ്പോൾ ഗ്രീൻ റെവല്യൂഷന്റെ ഇന്ത്യൻ ഫാദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണത്, അതായത് ഇന്ത്യയിൽ ആ ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് MS സ്വാമിനാഥനും വേൾഡിൽ അത് സ്റ്റാർട്ട് ചെയ്തത് നോർമൻ ബോർലോ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ പ്ലാന്റ് ബ്രീഡിങ്ങിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ഹൈബ്രിഡൈസേഷൻ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ഹൈബ്രിഡൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മളവിടെ പറഞ്ഞു ഇല്ലേ, ആനിമൽ ബ്രീഡിങ്ങിൽ നമ്മൾ പറഞ്ഞു എന്ത് സുപ്പീരിയർ ആയിട്ടുള്ള മെയില് അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ടുള്ള ഫീമെയിലിനെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ നടത്തുകയാണ്. എന്ത്, സുപ്പീരിയർ ക്വാളിറ്റിയുള്ള ബ്രീഡുകളെ അല്ലെങ്കിൽ സുപ്പീരിയർ ക്വാളിറ്റിയുള്ള പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർട്ടിഫിഷ്യലായിട്ട് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, ബ്രീഡ് ചെയ്യിപ്പിക്കുകയാണ്. അതാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ സുപ്പീരിയർ ക്വാളിറ്റിയുള്ള മെറ്റീരിയലിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, നമുക്ക് ആ മോളിക്കുലർ ബയോളജി അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചറൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സുപ്പീരിയർ ക്വാളിറ്റിയുള്ള ആ ബ്രീഡുകളെ അല്ലെങ്കിൽ ആ പ്യുവർ ലൈൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ് ബ്രീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താ, നമുക്ക് ഇതുകൊണ്ട് എന്താണ് യൂസ് എന്ന് പറയുന്നത്, എന്താ, നമുക്ക് ക്രോപ്പിന്റെ ക്വാളിറ്റി, ക്രോപ്പിന്റെ ഈൽഡ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഡ്രോട്ട്, സലൈനിറ്റി അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ എക്സ്ട്രീം ടെമ്പറേച്ചറിൽ വരികയാണെങ്കിൽ അതിനൊക്കെ ടോളറേറ്റ് ചെയ്യാൻ കഴിയുക, എൻവയോൺമെന്റൽ സ്ട്രെസ്സിനോട് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പിലുള്ള പ്ലാന്റുകളെ വളർത്തിയെടുക്കുക. മാത്രമല്ല റെസിസ്റ്റൻസ് ടു പാത്തോജൻസ്, മൈക്രോ ഓർഗാനിസംസ് വരില്ലേ, അവരൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഓർഗാനിസത്തിനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല ഇൻസെക്ട്സുകളുണ്ട്, പലതരത്തിലുള്ള പ്രാണികൾ വരും, അതിനൊക്കെ ഇൻസെക്ട്സിനോടൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ്സുകളെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എന്ത്, പ്ലാന്റ് ബ്രീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് പ്ലാന്റ് ബ്രീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലൈഡ് ക്ലിയർ ആണോ? പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, ടിഷ്യൂ കൾച്ചർ, ഹൈബ്രിഡൈസേഷൻ ടെക്നിക്ക്, പിന്നെ അതിലുള്ള ആ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരു പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാമിൽ എന്തൊക്കെ സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, നമ്മൾ ജേം പ്ലാസം കളക്ഷൻ എന്ന് പറയും. അതായത് നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്തായിരുന്നു, സുപ്പീരിയർ മെയിലിന്റെ സെമൻ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാന്ന് പറഞ്ഞു ഇല്ലേ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ക്വാളിറ്റി ഉള്ള ജീനുകൾ അല്ലെങ്കിൽ അല്ലീലുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതിനാണ് ജേം പ്ലാസ. ജേം പ്ലാസ നമുക്ക് അത് കൾച്ചർ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ജനറ്റിക് വേരിയബിലിറ്റി ഉള്ള ബ്രീഡുകളെ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പാരന്റ്സ്. നമ്മൾ അത് എന്ത് ചെയ്യുക, ആ ജേം പ്ലാസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ സ്റ്റഡി നടത്തുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് വേണം, ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തുക. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പ്ലാന്റിൽ ഹൈബ്രിഡൈസേഷൻ നടത്തുക. അപ്പോൾ ആ പ്ലാന്റ് ഓൾറെഡി എന്താണ്, സെൽഫ് പോളിനേറ്റിംഗ് പ്ലാന്റ് ആണെങ്കിൽ ആ പ്ലാന്റിന്റെ ആന്തർ പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ ബാഗ് ചെയ്യുക, മൂടി വയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്ത്, അവർ തമ്മിലുള്ള ആ സെൽഫ് പോളിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കുന്നത്, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അല്ലേ. അപ്പോൾ ആ സെൽഫ് പോളിനേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇമാസ്കുലേഷൻ, അതായത് ആന്തർ പോർഷൻ നമ്മൾ കവർ ചെയ്ത് വെക്കുക. പിന്നെ അത് ബാഗിങ്, അതൊക്കെ എന്താണ് നമുക്ക് ഈ ക്രോസ് ഹൈബ്രിഡൈസേഷൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ സ്റ്റെപ്പുകളാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തി നമുക്ക് റിസൾട്ട് കിട്ടി ഇല്ലേ. സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ദ സുപ്പീരിയർ റീകോംബിനൻസ്. അങ്ങനെ നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ കിട്ടിയ റിസൾട്ടുകൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ സ്റ്റഡി നടത്തുക അല്ലെ. ആ കിട്ടിയ പ്രോജനിയിൽ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള എല്ലാ ക്വാളിറ്റീസും കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് നടത്തുക. ഓക്കെ, അപ്പൊ നമ്മൾ സെലക്ഷൻ നടത്തു, ടെസ്റ്റിംഗ് നടത്തി. ഇനി എന്താ, ആ ടെസ്റ്റ് നടത്തി നമ്മൾ എന്ത് ചെയ്യണം, അത് റിലീസ് ചെയ്യണം അല്ലെ. റിലീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അത് മറ്റുള്ളവർക്ക് അവൈലബിൾ ആക്കണം. കമേഴ്ഷ്യലി അത് കൊടുത്തിട്ട് എന്ത് വേണം, അതിൽ നിന്ന് പുതിയൊരു ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ കമേഴ്ഷ്യലായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന തരത്തിൽ അതിനെ മാറ്റിയെടുക്കണം. സോ ദീസ് ആർ ദ 5 സ്റ്റെപ്സ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ്. ഏതൊക്കെയായിരുന്നു, കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി, വേരിയബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ്
പ്ലാന്റുകളെ അല്ലെങ്കിൽ ജേം പ്ലാസങ്ങളെ കളക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പാരന്റ്സ്. അങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ആ പാരന്റിന്റെ ക്യാരക്ടറൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട്, അതായത് നമ്മൾ നന്നായി സ്റ്റഡി ചെയ്ത് നടത്തിയിട്ട് വേണം എന്ത് ചെയ്യണമെങ്കിൽ ആ പാരന്റ്സിനെ സെലക്ട് ചെയ്യണമെങ്കിൽ. അങ്ങനെ നമ്മൾ എന്ത് നടത്തുക, ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തുക. ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തി നമ്മൾ എന്ത് വേണം, അത് സക്സസ്ഫുൾ ആയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, അതിനെ ടെസ്റ്റ് ചെയ്യുക. പിന്നെ എന്താ ചെയ്യാൻ വേണ്ട, അതിനെ അത് നമുക്ക് എന്ത് വേണം, നമുക്ക് ഇനി അത് എന്ത് വേണം, അതിന് റിസൾട്ട് കിട്ടണം അല്ലെ. അത് ഡിസീസ് റെസിസ്റ്റന്റ് ആണോ അത് എന്നൊക്കെ നമ്മൾ സ്റ്റഡി നടത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് ഇപ്പൊ നമുക്ക് പ്ലാന്റ് നഴ്സറീസുകൾ ഉണ്ടായിരിക്കും, അവിടെയൊക്കെ മാർക്കറ്റിംഗിൽ അതായത് കമേഴ്ഷ്യലി മറ്റുള്ളവർക്ക് അവൈലബിൾ ആകുന്ന തരത്തിൽ അത് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നല്ലൊരു ഗുഡ് റിസൾട്ട് നമുക്ക് കിട്ടും. ക്ലിയർ? Okay, so here we are discussing the high yielding variety of agricultural crops. Okay, നമ്മുടെ അഗ്രികൾച്ചറൽ ക്രോപ്സിൽ നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സിലൂടെ കൊണ്ടുവന്ന കുറെ ഓർഗാനിസംസിന്റെ കാര്യം പറയുന്നത്. ഫസ്റ്റ് ഒന്നാണ് വീറ്റ് എന്ന് പറയുന്നത്. വീട്ടിലെ സെമി ഡോർഫ് വെറൈറ്റീസ് ആണ് ഏതൊക്കെ, സൊനാലിക്കയും കല്യാൺ സോന എന്ന് പറയുന്നത്. ഈ രണ്ട് വെറൈറ്റീസും നമ്മൾ കണ്ടെത്തിയത് അല്ലെങ്കിൽ അത് വികസിപ്പിച്ചെടുത്ത എവിടെയാണ്, ഇന്റർനാഷണൽ സെന്റർ ഫോർ വീറ്റ് ആൻഡ് മെയ്സ്. ഇന്റർനാഷണൽ സെന്റർ ഫോർ വീറ്റ് ആൻഡ് മെയ്സ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ ഒരു മെക്സിക്കോയിലുള്ള ഒരു അസോസിയേഷൻ ആണ്. ഓക്കെ, ഈ അസോസിയേഷനിൽ ഈ എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടി അല്ലെങ്കിൽ പ്ലാന്റ് ബ്രീഡിംഗ് എക്സ്പെരിമെന്റ് നടത്തിയത് നോർമൻ ഇബോർലോ എന്ന് പറഞ്ഞ ബൊട്ടാനിസ്റ്റ് ആണ്. ആൻഡ് ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. നമ്മൾ വേൾഡിൽ മൊത്തം പറയുകയാണെങ്കിൽ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ആരാണ്, നോർമൻ ഇബോർലോ ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സെമി വെറൈറ്റീസ് സൊനാലിക്കയും കല്യാൺ സോനയും ഒക്കെ എന്ത് ചെയ്തു, ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൾട്ടിവേറ്റ് ചെയ്ത് എടുത്തു. ഓക്കെ, അടുത്തത് പറയുന്നത് എന്താണ്, റൈസ് ആണ്. റൈസിന്റെ സെമി ഡോർഫ് വെറൈറ്റീസ് എന്ന് പറയുന്നതാണ് IR8. ഓക്കെ, ഈ IR8 ഡെവലപ്പ് ചെയ്തെടുത്തത് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫിലിപ്പൈൻസിലുള്ള ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് IR8. ഓക്കെ, അതെന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ ടായ്ചാങ് നാറ്റീവ്, അതായത് തായ്വാൻ നാറ്റീവ് ആയിട്ടുള്ള ഒരു റൈസിന്റെ സെമി ഡോർഫ് വെറൈറ്റിയാണ് കൊടുത്തിരിക്കുന്നത്, തായ്ചാങ് നാറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് സ്മോൾ സെമി ഡോർഫ് വെറൈറ്റീസ് ആണ്. ഒന്ന് ജയ എന്ന് പറഞ്ഞ അരിയും അതുപോലെ തന്നെ രത്ന എന്ന് പറഞ്ഞ ഒരു അരിയുമാണ്. ഓക്കെ, അതാണ് ഇന്ത്യൻ ഡെവലപ്ഡ് സെമി ഡോർഫ് വെറൈറ്റീസ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് എന്താണ്, ഷുഗർ കെയിൻ ആണ്, നമ്മുടെ കരിമ്പ് അതല്ലേ. ഷുഗർ കെയിനിന്റെ സയന്റിഫിക് നെയിം എന്നാണ് സച്ചാരം. ആ ജീനസ് നെയിം സച്ചാരമാണ് അല്ലെ. അതിലെ പുവർ ഷുഗർ കണ്ടന്റ് ആണ് ആര്, സച്ചാരം ബാർബരി എന്ന് പറയുന്നത്. അത് പുവർ ഷുഗർ കണ്ടന്റ് ആണ്. അത് നോർത്ത് ഇന്ത്യയിലാണ് കാണുന്നത്. പക്ഷേ സച്ചാരം ഒഫിഷ്യനാർ എന്ന് പറയുന്നത് എവിടെയാ, അത് സൗത്ത് ഇന്ത്യയിലാണ്. മാത്രമല്ല അത് തിക്കാണ്, അത് അതിന്റെ തിക്ക് സ്റ്റെം ഇല്ല, തിക്കുമാണ്. മാത്രമല്ല ഷുഗർ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ ഇതിൽ രണ്ടിൽ നിന്നൊരു പുതിയൊരു കോമ്പിനേഷൻ ആണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഈ ഷുഗർ കെയിനിന്റെ ആ ബ്രീഡിനെ സഹായിച്ചത്. സക്കാരം ബാർബറി എന്ന് പറയുന്നത് എന്താണ്, പുവർ ഷുഗർ കണ്ടന്റ് ആണ്. സക്കാരം ഒഫിഷ്യനാർ എന്ന് പറയുന്നത് എന്താണ്, അത് സ്റ്റെം അത് തിക്കുമാണ്. മാത്രമല്ല ഹൈ ആയിട്ടുള്ള എന്തുകൂടെ ഉണ്ട്, അതിന് ഷുഗർ കണ്ടന്റും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പുതിയ വെറൈറ്റി ആണ് ഡെവലപ്പ് ചെയ്തെടുത്തത്. അങ്ങനെ ആ ഡെവലപ്ഡ് വെറൈറ്റിക്ക് എന്തുണ്ട്, വളരെ ഈസി ആയിട്ടുള്ള റിസൾട്ട്, അതായത് ഒരുപാട് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അടുത്ത് നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് എക്സ്പെരിമെന്റ്സ് നടത്തിയത് മില്ലറ്റ്സിലാണ്. മില്ലറ്റ്സ് എന്ന് പറഞ്ഞെങ്കിൽ മെയ്സ്, ജോവർ, ബജ്ര, അതൊക്കെയാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ സ്ട്രെസ്സിനെയും അതുപോലെ തന്നെ വാട്ടർ സ്ട്രെസ്സിനെ റെസിസ്റ്റന്റ് ചെയ്യുക, മാത്രമല്ല ഹൈ ഈൽഡിങ്ങും ആണ് അവിടെ നമുക്ക് ലഭിച്ചിരുന്ന ആ ഇഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്ലാന്റ് ബ്രീഡിംഗ് കൊണ്ട് എപ്പോഴും എന്താണ് ആ ഗുഡ് റിസൾട്ട് എന്ന് പറയുന്നത്, നമുക്ക് ഉൽപ്പന്നം കിട്ടുമെന്ന് മാത്രമല്ല നമ്മുടെ ആ പ്ലാന്റ് റെസിസ്റ്റന്റ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റൽ കണ്ടീഷനും അതുപോലെ തന്നെ ടോളറൻസ് ടു പാത്തോജൻസും ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു കുറെ ഡിസീസ് ഒക്കെ പറഞ്ഞു ഇല്ലേ. അങ്ങനെ പ്ലാന്റ് ബ്രീഡിംഗിൽ ആ ഡിസീസ് റെസിസ്റ്റൻസ് നമുക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞു ഇല്ലേ. അങ്ങനെ ഫംഗൽ ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കുറേ ഡിസീസുകളാണ് നമ്മുടെ NCERT ബുക്കിനെ ബേസ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ഡിസീസുകളാണ്. ഓക്കെ, അതിൽ വീറ്റിൽ വരുന്ന ഡിസീസാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, വീറ്റിന് വരുന്ന ഫംഗൽ ഡിസീസാണ് ഏത്, ബ്രൗൺ റസ്റ്റ് ഡിസീസ്, ബ്രൗൺ റസ്റ്റ് ഓഫ് വീറ്റ്. ഷുഗർ കെയിന് വരുന്നത് എന്താ, റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ. ഇനി പൊട്ടാറ്റോയ്ക്ക് വരുന്നത് ലേറ്റ് ബ്ലൈറ്റ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബാക്ടീരിയൽ ഡിസീസ് ആണ് എന്ത്, ബ്ലാക്ക് റോട്ടർ ഓഫ് ക്രൂസിഫേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വെള്ളരി കുമ്പളം ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ അവർക്ക് വരുന്നതാണ് ബ്ലാക്ക് റോട്ട് ഓഫ് ക്രൂസിഫേഴ്സ് എന്ന് പറയുന്നത്. ഇനി വൈറൽ ഡിസീസസ് ആണ് ഏതൊക്കെ, ടൊബാക്കോ മൊസൈക്കും അതുപോലെ തന്നെ ടർണിപ്പ് മൊസൈക്ക് വൈറൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന എന്ത് പ്ലാന്റ് ബ്രീഡിംഗിൽ നമ്മൾ ഈ ഡിസീസിന് അഗേൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് പ്ലാന്റ് ബ്രീഡിംഗിൽ ടെക്നിക്സ് കൊണ്ടെത്തിയത്. ഫംഗൽ ഡിസീസ് ഏതൊക്കെയാണ്, ബ്രൗൺ റസ്റ്റ് ഓഫ് വീറ്റും റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിനും ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ. ഇനി ബാക്ടീരിയൽ ഡിസീസ് എന്ന് പറയുന്നത് ബ്ലാക്ക് റോട്ട് ഓഫ് ക്രൂസിഫേഴ്സ്, വൈറൽ ഡിസീസ് എന്ന് പറയുന്നത് ടൊബാക്കോ മൊസൈക്കും അതുപോലെ തന്നെ ടേർണിപ്പ് മൊസൈക്കുമാണ്. ഓക്കെ, ഇനി എന്താ നമ്മൾ പ്ലാൻ ബ്രീഡിങ്ങിന്റെ സ്റ്റെപ്സ് പറഞ്ഞു, അതൊന്നും കൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് തന്നെ കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി ഒക്കെ പറഞ്ഞില്ലേ, അതൊന്നുകൂടി പറയണം. നമ്മൾ അങ്ങനെ വേരിയബിൾസ് കളക്ട് ചെയ്യുമ്പോൾ എന്ത് വേണം, അതിനെ സ്ക്രീൻ ചെയ്യണം. ജേം പ്ലാസ്റ്റിനെ സ്ക്രീൻ ചെയ്തിട്ട് എന്ത് വേണം, ജേം പ്ലാസ്റ്റിനെ നമ്മൾ സ്ക്രീൻ ചെയ്യണം,
അതിലെ എന്താണ് നമ്മൾ നോക്കേണ്ടത് മെയിനായിട്ട് അതിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടോ എന്ന് നോക്കി നോക്കണം. പിന്നെ നമ്മൾ എന്ത് നടത്തണം? ഹൈബ്രിഡൈസേഷൻ നടത്തണം. ഹൈബ്രിഡൈസേഷൻ നടത്തിയതിനു ശേഷം നമ്മൾ അതിനെ സെലക്ട് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക. നമ്മൾ അവിടെ പറഞ്ഞ അതേ പോയിന്റുകൾ തന്നെ. അപ്പൊ നമുക്ക് എന്ത് വേണം? ആ ഡിസൈറബിൾ ആയിട്ടുള്ള ജീനുകളെ ആൾട്ടർ ചെയ്യാനും അല്ലെങ്കിൽ ആ ഡിസൈറബിൾ അൺവാണ്ടഡ് ജീനിനെ കളയാനൊക്കെ നമുക്ക് എന്തിലൂടെ സഹായിക്കും? ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ് അല്ലെ. ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് ഉപയോഗിക്കുക. എവിടെ നമ്മളുടെ അതായത് കട്ടിങ്ങും അല്ലെങ്കിൽ പേസ്റ്റിംഗ് പോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുക. എവിടെ നമ്മുടെ ജനറ്റിക്കിൽ അതായത് ജീൻസിൽ പ്ലാന്റിന്റെ ജീൻസിലെ അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയലിനെ ജനറ്റിക് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസൈഡ് ക്വാളിറ്റീസിനെ ഒക്കെ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. അതൊക്കെ നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ കൊണ്ടുവന്നിട്ട് പ്ലാന്റ് ബ്രീഡിങ്ങിന്റെ ആ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും കൂടെ കൂട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ക്രോപ്പ് വെറൈറ്റീസും അതിന്റെ വെറൈറ്റി അതിന്റെ റെസിസ്റ്റന്റ് ഡിസീസുകളൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് വീറ്റാണ്. വീറ്റിന്റെ വെറൈറ്റിയാണ് ഹിമഗിരി. എല്ലാ വെറൈറ്റികളും ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ വെറൈറ്റികളുടെ പേരും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വീട്ടിൽ കൊടുക്കുന്ന വെറൈറ്റിയാണ് ഹിമഗിരി എന്ന് പറയുന്നത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫ് ആൻഡ് സ്ട്രൈപ്പ് റസ്റ്റ്, അതുപോലെ തന്നെ ഹിൽ ബണ്ടും അതൊക്കെ ഒഴിവാക്കാനാണ്, ആ ഡിസീസുകൾ ഒഴിവാക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഹിമഗിരി എന്ന് പറഞ്ഞ ആ വീറ്റിലെ വെറൈറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന ഈ അയല ചുരുള്, അയല പഴുക്കുക അല്ലേ, അതൊന്നും ഉണ്ടായിരിക്കില്ല. ഇനി ബ്രസീക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടുകാണ്, മസ്റ്റാർഡ് ഗ്രൂപ്പ് പെടുന്നതാണ്. അപ്പൊ അതിന്റെ വെറൈറ്റിയാണ് എന്താ പറയുന്നത്? പ്യൂസ സ്വർണിം എന്ന് പറയുന്നത്. അത് വൈറ്റ് റസ്റ്റ് ആണ്. ആ ഡിസീസ് എന്ന് പറയുന്നത് വൈറ്റ് റസ്റ്റ് ആണ്. ഇനി കോളിഫ്ലവറിലെ പുസ എന്താണ്? ശുഭ്രിയും അതുപോലെ തന്നെ പുസ സ്നോബോൾ K1 എന്ന് പറയുന്നത്. അത് രണ്ടും പുസ ശുഭ്ര എന്ന് പറയുന്നത് എന്താ? ബ്ലാക്ക് റോട്ടും അതുപോലെ തന്നെ കേളിംഗ് ഒക്കെ ഇല ചുരുള എന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ കുത്തുകുത്ത് വീഴ ഇലകളിലൊക്കെ അതൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള വെറൈറ്റിയാണ്. കോളിഫ്ലവറിന്റെ വെറൈറ്റിയാണ് എന്താ? പൂസ ശുഭ്ര എന്ന് പറയുന്നത്. അത് തന്നെ പുഷ സ്നോബോൾ K1 എന്ന് പറയുന്നത്. ഈ എല്ലാ വെറൈറ്റിയും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ഒരുപാട് ചോദിക്കാറുണ്ട്. വെറൈറ്റികൾ തന്നിട്ട് അത് ഏതിന്റെ വെറൈറ്റി ആണെന്ന്, ഏത് ഡിസീസിനെ അഗെയിൻസ്റ്റ് ആണെന്ന് ചോദിക്കാറുണ്ട്. ഇനി കോപ്പിയുടെ ഒരു വെറൈറ്റിയാണ് എന്ത്? പുസ കോമൾ എന്ന് പറയുന്നത്. അത് ബാക്ടീരിയൽ ബ്ലഡ് ഡിസീസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്. ഇനി ചില്ലിയിലാണെങ്കിൽ എന്താ? പുസ സദ്ബഹർ എന്ന് പറയുന്നത്. അത് ചില്ലി മൊസൈക്ക് വൈറസും അതുപോലെ തന്നെ ടൊബാക്കോ മൊസൈക്ക് വൈറസും അതുപോലെ ലീഫ് കേളിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ചില്ലിയുടെ വെറൈറ്റിയാണ് ഇത് പുസ സദ്ബഹർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? ഇപ്പൊ വീറ്റ്, ബ്രസീക്ക, കോളിഫ്ലവർ, കൗ, പീ, ചില്ലി. വീറ്റിലെ ഹിമഗിരി, ബ്രസീക്കയിലെ പുസ സ്വർണിം, കോളിഫ്ലവറിലെ ഏതായിരുന്നു? പുസ ശുഭ്രയും, അതുപോലെ തന്നെ പുസ സ്നോബോൾ K1 എന്ന് പറയുന്നത്. കൗപ്പിയിലാണെങ്കിൽ പുസ കോമൾ, ചില്ലിയിലാണെങ്കിൽ ഏതായിരുന്നു? പുസ സദ്ബഹർ. Okay, now we are discussing mutation breeding. We know what is mutation. What is mutation? Sudden heritable change in the genotype of an organism is known as mutation. അല്ലെ? ആ മ്യൂട്ടേഷന് കാരണമാകുന്ന ഏജൻസിന് പറയുമ്പോഴാണ് മ്യൂട്ടാജൻസ് പറയുന്നത്. മ്യൂട്ടാജൻസ് രണ്ട് തരത്തിലുണ്ട്. ഫിസിക്കൽ മ്യൂട്ടാജൻസ് ഉണ്ട്, കെമിക്കൽ മ്യൂട്ടാജൻസ് ഉണ്ട്. കെമിക്കൽ മ്യൂട്ടേജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ EMSഉം MMS ഒക്കെയാണ് എന്ത്? കെമിക്കൽ മ്യൂട്ടേജൻസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ മ്യൂട്ടേജൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റേഡിയേഷൻസ് ഒക്കെയാണ് ഫിസിക്കൽ മ്യൂട്ടേജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ ഈ മ്യൂട്ടേഷനിലൂടെ അതായത് നമുക്ക് ആവശ്യമുള്ള ജീനിൽ മ്യൂട്ടേഷൻസ് വരുത്തുക. നമ്മൾ ഈ മ്യൂട്ടേജൻസ് കൊടുത്ത് ആ ജീനിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മ്യൂട്ടേഷൻ വരുത്തിയിട്ട് നമ്മുടെ എന്താണ് റിസൾട്ട് കിട്ടേണ്ടത് അതിലേക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, ചിലപ്പോൾ റെസിസ്റ്റൻസ് ആവാം അല്ലെങ്കിൽ ഹൈ ഈൽഡ് ആവാം. അതൊക്കെ നമ്മൾ കൊണ്ടുവരാൻ പറ്റുന്നത് ത്രൂ മ്യൂട്ടേഷനിലൂടെ. അതിനൊരു എക്സാമ്പിൾ ആണ് എബിൽമോഷ്കസ് എസ്കുലൻഡൻസ് എന്ന് പറയുന്നത്. പേര് വലുതാണ്, പേടിക്കേണ്ട, നമ്മൾ വെണ്ടക്കായാണ്. എബിൽമോഷ്കസ് എസ്കുലൻഡൻസ് എന്ന് പറയുന്നത് അതിന് യെല്ലോ മൊസൈക്ക് വൈറസ് ഇല്ലേ, ആ യെല്ലോ മൊസൈക്ക് വൈറസിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള യെല്ലോ മൊസൈക്ക് വൈറസ് ഡിസീസിനെ റെസിസ്റ്റന്റ് ആക്കാൻ വേണ്ടി നമ്മൾ എബിൽമോഷ്കസ് എസ്കുലൻസിന് നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ മ്യൂട്ടേഷൻസ് വരുത്തി എടുത്തിട്ടുള്ള ഒരു വെറൈറ്റി വിഭാഗമാണ് ആര്? പർബാനി ക്രാന്തി എന്ന് പറയുന്നത്. പർബാനി ക്രാന്തി. ഓക്കെ, എബിൽമോഷ്കസ് എസ്കുലൻഡസ് എന്ന് പറയുന്നത് നമ്മളുടെ ഭിണ്ടി അല്ലെങ്കിൽ വെണ്ടക്കായ, അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ന്യൂ വെറൈറ്റി കൊണ്ടുവന്നതാണ് ആര്? പർബാനി ക്രാന്തി എന്ന് പറയുന്നത്. ത്രൂ എന്തിലൂടെ? നമ്മൾ മ്യൂട്ടേജൻസിലൂടെ മ്യൂട്ടേഷൻ വരുത്തി നമ്മൾ കൊണ്ടുവന്നതാണ്. ഓക്കെ, കെമിക്കൽ മ്യൂട്ടേജൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഈഥൈൽ മീഥേൻ സൾഫയോണൈറ്റ്, EMS എന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ. ഇനി ഫിസിക്കൽ മ്യൂട്ടേജൻസ് പറഞ്ഞാൽ ഏതാണ്? അത് ഗാമ റേസ്, ആൽഫ റേസ്, എക്സ് റേസ്, അതൊക്കെ എന്താണ്? ഫിസിക്കൽ ആയിട്ടുള്ള മ്യൂട്ടേജൻസ് ആണ്. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ നമുക്ക് മ്യൂട്ടേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാന്റ് ബ്രീഡിങ് പോസിബിൾ ആണ്. അടുത്ത എന്താ? നമ്മൾ നേരത്തെ കുറച്ചെണ്ണം പറഞ്ഞു. ഇത് നോക്കിയ പെസ്റ്റിനോട് അവിടെ ഡിസീസുകളായിരുന്നു അല്ലെ. ഇവിടെ കുറെ ഇൻസെക്ട് പെസ്റ്റുകളുണ്ട്. ആ പെസ്റ്റുകൾ ഇൻസെക്റ്റുകളാണ് അല്ലെ, ചെറിയ ചെറിയ പ്രാണികൾ. ആ പ്രാണികളോട്, ആ ഇൻസെക്ട്സിനോട് വെറൈറ്റി, അതായത് ആ ഇൻസെക്റ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന കുറച്ച് വെറൈറ്റി. അതിൽ ആദ്യത്തെയാണ് ആര്യ ബ്രസീക്ക. നമ്മൾ പറഞ്ഞു ബ്രസീക്ക എന്താണെന്ന്, കടുക് മസ്റ്റർഡ് ഗ്രൂപ്പിലെ പെടുന്ന പറഞ്ഞു. അതിന്റെ വെറൈറ്റിയാണ് എന്താ പറയുന്നത്? പുസ ഗൗരവ് എന്ന് പറയുന്നത്. അത് ഏത് വെക്ടറിനെയാണ്? അത് ഏത് ഇൻസെക്ടിനാണ്? എഫിഡ് ഇൻസെക്ട്സിനെയാണ്. ഓക്കെ, ഇനി ഫ്ലാറ്റ് ബീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പുസാസെം 2ഉം പുസാസെം 3ഉം ആണ്. അത് ഏതൊക്കെയാണ്? ഇൻസെക്ട്സ്, ജാസിഡ്സ്, എഫിഡ്സ്, മാത്രമല്ല ഫ്രൂട്ട് ബോററാണ്. ഒക്ര എന്ന് പറഞ്ഞാൽ ഭിണ്ടി, നമ്മുടെ വെണ്ടക്കായ,
അതെന്താ പുസ സവാനിയും അതുപോലെ തന്നെ പുസ A4 ആണ്. അതുപോലെ തന്നെ എന്താണ് ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോറർ ആണ്. ഈ ടേബിളും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ക്രോപ്പ് ഏതാണെന്നും വെറൈറ്റി ഏതാണെന്നും അതുപോലെ തന്നെ അതിന്റെ ഇൻസെക്ട് പെസ്റ്റ് ഏതാണെന്നും അതിന്റെ വെറൈറ്റിയുടെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അവിടെയും കുറച്ച് പുസ കോമളൊക്കെ പഠിച്ചു ഇല്ലേ, ഇവിടെ നമ്മൾ കുറേ പേരുകൾ പഠിക്കുകയാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിക്കാൻ പാടില്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി ഇൻസെക്റ്റിന് അഗെയിൻസ്റ്റ് ആണോ ഡിസീസിന് അഗെയിൻസ്റ്റ് ആണോ വെറൈറ്റി എന്നുള്ളത് കൃത്യമായി എന്ത് ചെയ്യണം, മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഓക്കെ, ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്ലാൻ ബ്രീഡിങ് കൊണ്ട് നമ്മുടെ ഫുഡ് ക്വാളിറ്റി നമ്മളൊരു പുതിയ തരം പ്ലാന്റ്സ് ഉണ്ടാക്കി നിൽക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഹിഡൻ ഹങ്കർ എന്ന് പറയുന്നത് ഹിഡൻ ഹങ്കർ, അതായത് നമുക്കിപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷണൽ ക്വാളിറ്റി എന്തുണ്ടാവുന്നില്ല, കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ന്യൂട്രീഷൻ വാല്യൂ നമ്മൾ കുറച്ച് കഴിച്ചാൽ മതി, പക്ഷെ അതിലൂടെ നമുക്ക് ഒരുപാട് ന്യൂട്രീഷൻസ് കിട്ടുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും കൂടുതൽ നല്ലത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾ ആണെങ്കിൽ അത് നമുക്ക് പ്രോട്ടീൻ കണ്ടന്റ് കൂട്ടുക. ഇനി ഓയിൽ കണ്ടന്റ് ഉള്ളതാണെങ്കിൽ ഓയിൽ കണ്ടന്റിന്റെ ക്വാളിറ്റി കൂട്ടുക. പിന്നെ വൈറ്റമിൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, മിനറൽ കണ്ടന്റ് അതൊക്കെ കൂട്ടിയിട്ട് ഫുഡിന്റെ ക്വാളിറ്റി കൂട്ടുക. ഓക്കെ, അതാണ് എന്താ പറയുന്നത് പ്ലാൻ ബ്രീഡിങ്ങിന്റെ വേറൊരു ഇംപ്രൂവ്ഡ് ഫുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമായ മെറ്റീരിയൽസ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ ബിറ്റർ ഗാർഡ് ഇല്ലേ, കൈപ്പയ്ക്ക, മസ്റ്റാർഡ്, ടൊമാറ്റോ, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈറ്റമിൻ സി എൻറിച്ച്ഡ് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻ സി അവിടെ കിട്ടും, ആ മെറ്റീരിയൽ കഴിച്ചാൽ കിട്ടും. അതുപോലെ തന്നെ വൈറ്റമിൻ എ എൻറിച്ച് ആയിട്ടുള്ള ക്യാരറ്റ്, സ്പിനാച്ച്, പംകിനൊക്കെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മുടെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള സ്പിനാച്ച്, ബത്തുവൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ആ എന്താണോ ആ നീഡ് അല്ലെ, അതായത് നമുക്ക് എന്ത് വേണം, നമ്മുടെ ബോഡി ന്യൂട്രീഷൻസ് വേണം. ആ ന്യൂട്രീഷൻസ് അനുസരിച്ചിട്ട് ഏതൊക്കെ ന്യൂട്രിയന്റ് കുറവുണ്ടെങ്കിൽ ആ വെജിറ്റബിൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻടേക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്താണ് ഒന്നും കൂടെ ആ ക്വാളിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ പ്ലാൻ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇംപ്രൂവ്ഡ് ഫുഡ് ക്വാളിറ്റിനെയും കൂടെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് എന്തിന്റെ ഫംഗ്ഷൻ ആണ്, പ്ലാൻ ബ്രീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി അടുത്തെന്ന് പറയുന്നത് എന്താ, സിംഗിൾ സെൽ പ്രോട്ടീൻ, അതല്ലെങ്കിൽ SCP. ഇവിടെ എന്താ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ടീരിയ, ഈസ്റ്റ്, അല്ലെങ്കിൽ ഫിലമെന്റസ് ഫംഗൈ, ആൽഗെ, ഇതിനൊക്കെ എന്തായിട്ട് ഉപയോഗിക്കാം, ഫുഡ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. അതായത് നമ്മൾ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട്, ഓൾട്ടർനേറ്റീവ് പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാം, ഈ മെറ്റീരിയൽ ഉപയോഗിക്കാം. ബാക്ടീരിയ, ഈസ്റ്റ്, ഫിലമെന്റസ് ഫംഗൈ, ആൽഗെ. ഇതിനെ പറയുന്നത് സിംഗിൾ സെൽ പ്രോട്ടീൻ. ഇവരൊക്കെ എന്താണ്, സിംഗിൾ സെൽഡ് അല്ലേ, ഇതാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത്. ബ്ലൂ ഗ്രീൻ ആൽഗെ ആയിട്ടുള്ള സ്പൈറുലിൻ ഇല്ലേ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത് അതിൽ നമ്മൾ അതിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൽ പ്രോട്ടീൻ, മിനറൽസ്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ് ഒക്കെ എൻറിച്ച് ചെയ്തിട്ടുള്ള ഒരു ഗുഡ് ക്വാളിറ്റി സ്പൈറുലിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം നമുക്ക് എന്താ പറയുക, ലെസ് എമൗണ്ട് സ്പൈറുലിനെ കഴിച്ചാൽ നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് എന്തൊരു ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ്, മിനറൽസ്, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യും, ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, മാത്രമല്ല ഇത് ലെസ് എക്സ്പെൻസീവ് ആണ്, പിന്നെ വാല്യുബിൾ പ്രോട്ടീൻ റിച്ച് സപ്ലിമെന്റ് ആണ്. അപ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ ഉള്ള പ്രഷറിൽ അത് കുറയ്ക്കും. മാത്രമല്ല എൻവയോൺമെന്റ് പൊല്യൂഷനെ അത് കുറയ്ക്കും. പിന്നെ എന്താ പറയുക, അത് ലബോറട്ടറിയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. ഇതൊക്കെ എന്തിന്റെ ഗുഡ് ക്വാളിറ്റിയാണ്, SCP അഥവാ സിംഗിൾ സെൽ പ്രോട്ടീനിന്റെ ഗുഡ് ക്വാളിറ്റികളാണ്. ഓക്കെ, അപ്പൊ ഈ അങ്ങനെ മൈക്രോ ഓർഗാനിസംസ്, മെത്തിലോഫൈലസ്, മെത്തിലോട്രോപ്പസ് എന്ന് പറയുന്ന വേറൊരു മൈക്രോ ഓർഗാനിസം, അതൊരു ബാക്ടീരിയ ആണ് കേട്ടോ. ആ ബാക്ടീരിയയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സാധാരണ നമ്മൾ കഴിക്കുന്ന ഡയറി പ്രൊഡക്ട്സ് കഴിച്ച് കിട്ടുന്ന ആ പ്രോട്ടീനേക്കാളും കൂടുതൽ പ്രോട്ടീൻ നമുക്ക് എന്ത് കിട്ടും, ഈ ബാക്ടീരിയ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആ ബാക്ടീരിയയിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ SCP എന്ന് പറയുന്നത്. അതെന്താണ്, cells from a variety of microorganisms like bacteria, yeast, filamentous fungi and algae had been treated in various ways and used as food. അവർ നമ്മൾ എന്ത് ചെയ്യുക, പലതരത്തിലുള്ള ഫുഡ്സ് ആക്കിയിട്ട് മാറ്റുക. അപ്പൊ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ റിച്ച് സപ്ലിമെന്റ് കൊടുക്കാൻ പറ്റും, നമുക്ക് പ്രഷർ കുറയ്ക്കുക. പിന്നെ മാത്രമല്ല നമുക്ക് ലബോറട്ടറിയിലെ ഓൾ അറൌണ്ട് ദ ഇയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് SCP. നമ്മൾ ആദ്യം ചാപ്റ്ററിന്റെ എടുക്കുമ്പോൾ തന്നെ 4 പോയിന്റ് ഉണ്ടായിരുന്നു, അനിമൽ ബ്രീഡിംഗ്, പ്ലാന്റ് ബ്രീഡിംഗ്, SCP, ടിഷ്യൂ കൾച്ചർ. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് പോർഷൻ, ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആ പ്ലാന്റിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിന് പറയുന്നത് ടിഷ്യൂ എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ നമ്മൾ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ഈസ് മെയിൻറ്റെയിൻഡ് ആൻഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ് സെൽസ്. അത് നമ്മൾ നടത്തുന്നത് എന്തിനാണ്, ആ പ്ലാന്റ് സെൽസിന്റെ ഗ്രോത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ നടത്താണ് അല്ലെ. അപ്പൊ നമ്മളിവിടെ ഇൻവിട്രോ, അതായത് നമുക്ക് ലബോറട്ടറി കണ്ടീഷനിൽ വെച്ചിട്ടാണ് നമ്മൾ എന്തൊരു ടിഷ്യൂ കൾച്ചർ പ്രോസസ് നടത്തുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു ഓർഗാനിസത്തിന്റെ പ്ലാന്റിന്റെ നമുക്ക് വേണ്ട ടിഷ്യൂ പോർഷൻ അല്ലെ, ആ ടിഷ്യൂ പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ
ഐസോലേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഐസോലേറ്റ് ചെയ്തെടുക്കുന്ന ആ പോർഷന് പറഞ്ഞ പറയുന്നത് എക്സ്പ്ലാന്റ് എന്ന് പറയണം. അങ്ങനെ നമുക്ക് വെറുതെ ഒരു പോർഷൻ എക്സ്പ്ലാന്റ് എടുത്താൽ പോരാ, മാത്രം എന്താ ആ ഒരു പോർഷൻ ദേ ഹാവ് ദി എബിലിറ്റി ടു കൺവേർട്ട് ഇൻ ടു എനി ടൈപ്പ് ഓഫ് സെൽസ്. അതായത് ആ പ്ലാന്റ് ബോഡിയിൽ ഏത് തരത്തിലുള്ള സെൽസ് ആയിട്ട് മാറാനും ആ ഒരു എക്സ്പ്ലാന്റിന് കഴിവുണ്ടായിരിക്കണം. അങ്ങനെയുള്ള കഴിവിനെ പറഞ്ഞ പറയുന്നത് ടോട്ടി പൊട്ടൻസി. ടോട്ടി പൊട്ടൻസി മീൻസ് എബിലിറ്റി ഓഫ് ദ സെൽസ് ടു കൺവേർട്ട് ഇൻ ടു എനി ബോഡി പാർട്സ്. ഏത് ബോഡി പാർട്ടായിട്ട് മാറാനുള്ള ഒരു കഴിവിനെ പറഞ്ഞ പറയാണ് ആ സെല്ലിന്റെ കഴിവാണ് ടോട്ടി പൊട്ടൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂന്ന് പറഞ്ഞ പറയുന്നത് എക്സ്പ്ലാന്റ് എന്ന് പറഞ്ഞു. ഈ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന പ്രോഗ്രസ് അല്ലെങ്കിൽ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ജി ഹൈബർലാൻഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ടിഷ്യൂ കൾച്ചർ വളർത്തിയെടുക്കണമെങ്കിൽ എന്ത് വേണം? ഒരു കൾച്ചർ മീഡിയം വേണം. നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത ടിഷ്യൂവിനെ വളർത്തിയെടുക്കാൻ വേണ്ടി അവിടെ എന്ത് വേണം? ഒരു കൾച്ചർ മീഡിയം അത്യാവശ്യമാണ്. ഓക്കെ, ആ കൾച്ചർ മീഡിയത്തിൽ ആ ടിഷ്യൂസിനെ വളർന്നു വരാനുള്ള എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസ്, അമിനോ ആസിഡ്സ്, ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആയിട്ടുള്ള ഓക്സിജൻസ്, സൈറ്റോകൈൻസും ഒക്കെ അവിടെ എന്ത് ചെയ്യണം? അവിടെ അവൈലബിൾ ആയിരിക്കണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ ഒരുപാട്, അതാണ് എന്ത് മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അതായത് വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ നമുക്ക് അതേ സെയിം കോപ്പി അല്ലെങ്കിൽ സെയിം ക്ലോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് സോമോ ക്ലോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എടുത്ത ടിഷ്യൂവിന്റെ അതേ കോപ്പികൾ അല്ലെ, അങ്ങനെ എനിക്ക് ഒരുപാട് എണ്ണം എടുത്തെടുക്കാനായിട്ട് എന്ത് പറ്റും? ത്രൂ ടിഷ്യൂ കൾച്ചറിലൂടെ അവൈലബിൾ ആണ്, സാധിക്കും. അപ്പൊ ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഹെൽത്തി പ്ലാന്റ്സ് ഉണ്ടാക്കുക, മാത്രമല്ല സൊമാറ്റിക് ഹൈബ്രിഡ്സ്, അതായത് ഒരേ തരത്തിൽപ്പെട്ട കുറേ എണ്ണത്തിൽ ഉണ്ടാക്കുക. ഇപ്പൊ കമേഴ്ഷ്യൽ സ്കെയിലിൽ അവൈലബിൾ ആക്കുക. നമ്മൾ ടിഷ്യൂ കൾച്ചർ വാഴകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? അതായത് ഒരേ സമയത്ത് തന്നെ ഒരുപാട് എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുക. അത് മാത്രമല്ല അതിനൊക്കെ എന്ത് വേണം? ഹെൽത്തി ആയിരിക്കണം. അത് മാർക്കറ്റിംഗിലും പോസിബിൾ ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം. മറ്റുള്ളവർക്ക് അത് എന്ത് വേണം? അതിൽ നിന്ന് കമേഴ്ഷ്യൽ റിസൾട്ട് വേഗം കിട്ടുകയും വേണം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ isolated protoplasts from two different varieties of plants, each having desirable characters, used for hybridizing protoplasts, and it can be further grown into a new plant. സൊമാറ്റിക് ഹൈബ്രിഡ്സ് എന്ന് പറയുന്നത് അതായത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റിന്റെ പ്രോട്ടോപ്ലാസ്റ്റുകൾ നമ്മൾ കളക്ട് ചെയ്യുക. ഓക്കെ, അവിടെ പൊമാറ്റോ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടാറ്റോയും ടൊമാറ്റോ ആണ് അല്ലെ. പൊട്ടാറ്റോ വേറെ, ടൊമാറ്റോ വേറെ അല്ലെ. പൊട്ടാറ്റോയുടെ ജേം പ്ലാസ് എടുത്തു അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസ് എടുത്തു, ടൊമാറ്റോയുടെ പ്രോട്ടോപ്ലാസ് എടുത്തു. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പുതിയൊരു ഹൈബ്രിഡ് ഫോം ചെയ്യുക. അതാണ് സൊമാറ്റിക് ഹൈബ്രിഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പൊട്ടാറ്റോയും ടൊമാറ്റോയും അതിന്റെ രണ്ടിന്റെയും പ്രോട്ടോപ്ലാസം കളക്ട് ചെയ്തിട്ട് ഹൈബ്രിഡൈസേഷൻ നടത്തിയിട്ട് പുതിയൊരു പ്രോട്ടോപ്ലാസം ഫോം ചെയ്യുക. അതാണ് സൊമാറ്റിക് ഹൈബ്രിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പൊമാറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതൊരു എന്താണ് കോമ്പിനേഷൻ ഓഫ് എന്താണ് പൊട്ടാറ്റോയും ടൊമാറ്റോ ആണ്. ഞാൻ അടുത്ത് കൊടുത്തിട്ടുണ്ട് പൊമാറ്റോ എന്ന് പറയുന്നത് അതെന്താണ് ബ്രിഞ്ചാളും അവിടെ എന്താണ് ബ്രിഞ്ചാളും അതുപോലെ തന്നെ എന്താണ് ബ്രിഞ്ചാളും അതുപോലെ തന്നെ ടൊമാറ്റോയും കൂട്ടാണ് അല്ലെ. അപ്പോൾ എന്താണ് ഈ ഐസൊലേറ്റഡ് പ്രോട്ടോപ്ലാസ്റ്റ്, അതായത് ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് എന്ത് പറയുന്നത്? അതായത് സെൽ ഫ്രീ ആയിട്ടുള്ള കണ്ടന്റ് ആണ് എന്ത് പറയുന്നത്? പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രോട്ടോപ്ലാസ്റ്റ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റിൽ നിന്നും പ്രോട്ടോപ്ലാസ്റ്റുകൾ കളക്ട് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക? ഹൈബ്രിഡൈസേഷൻ നടത്തുക. അങ്ങനെ ഹൈബ്രിഡൈസേഷൻ നടത്തിയിട്ടുള്ള റിസൾട്ടിനാണ് എന്ത് പറയുന്നത്? സൊമാറ്റിക് ഹൈബ്രിഡ്സ്. ആൻഡ് ദ പ്രോസസ് നോൺ ആസ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. അങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൊമാറ്റിക് ഹൈബ്രിഡ് പ്രൊഡക്റ്റ് ആണ് പൊമാറ്റോ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ബൊമാറ്റോ എന്ന് പറയുന്നതും. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത അനിമൽ ബ്രീഡിംഗ്, പ്ലാൻ ബ്രീഡിംഗ്, SSCP, ടിഷ്യൂ കൾച്ചർ ആൻഡ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ആൻഡ് വേരിയസ് സ്റ്റെപ്സ് ഓഫ് plant breeding and the animal breeding. Hope all you can understand this point. Thank you.